ചങ്ങായി വരെ കുളിച്ചു വിട്ടപ്പനായിട്ട് എടുത്തേക്കാന്നറിയാ. എൻ്റെ കൂടെ ഒരു സ്വാമി ഉണ്ട് കേട്ടാ. ഓനും കൂടി ഉച്ചയ്ക്ക് ചോറ് നമ്മൾ ഒരു കളരിവാതത്തിൽ പോകാൻ തന്നെയാണ് കേട്ടാ. നല്ല വെയിലും ഉണ്ട്, ഒപ്പര സന്തത സഹചാരി ആയിട്ടാ. പിന്നെ സേഫ്റ്റി മുഖ്യമായോണ്ട് ഹെൽമെറ്റ് അങ്ങ് എടുത്തിട്ട് നേരെ വിട്ടു. കളരിവാതത്തിലെത്തി. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടാ. എത്തുമ്പോഴത്തേക്ക് 1:45 കഴിഞ്ഞിട്ടാ. നേരെ കയറി നോക്കുമ്പോഴത്തേക്ക് അവര് പറഞ്ഞു മോനെ ചോറെല്ലാം കഴിഞ്ഞു എന്ന്. പിന്നെന്താ ചെയ്യാ, ആടെ വന്ന സ്ഥിതിക്ക് ഇതാ അമ്മേനെ അങ്ങ് പ്രാർത്ഥിച്ചു. ഒന്നും ചെറുതായിട്ട് ഊട്ടുവരയിലേക്ക് പോയി നോക്കി, ആടെ എല്ലാം കാലി. ആടത്തെ ഏട്ടന്മാര് പിന്നെ നേരെ പറഞ്ഞു വേഗം വിട്ടോ മോനെ, ഇവിടെ നമ്മളെ കടലായിൽ സപ്താഹം കൊണ്ടുവന്നിട്ടാ. പിന്നെ ഹെൽമെറ്റ് എടുത്തിട്ട് ഒന്നും നോക്കിയില്ല, നേരെ വിട്ടോ കടലായിലേക്ക്. ഏതായാലും സമയം അപ്പൊ തന്നെ 2 മണി കഴിഞ്ഞ് ആടന്ന് കിട്ടുമെന്ന് ഡൗട്ടാണ് കേട്ടാ. എന്നിട്ട് നമ്മൾ നേരെ രാജാസ് സ്കൂളിന്റെ മുമ്പിൽ കൂടി വെച്ച് പിടിച്ചു വിട്ടാ. നേരെ കടലായി അമ്പലത്തിലേക്ക് എത്തി. ഇവിടെ വലിയ ജനത്തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പത്തേക്ക് വിചാരിച്ച് ചോറ് കഴിഞ്ഞു പോയിട്ടാ. പക്ഷെ കഴിഞ്ഞില്ല കേട്ടാ. നമുക്ക് വേണ്ടി ആടെ കുറച്ച് ചോറ് ബാക്കിയുണ്ട്. പിന്നെ നേരെ ഭഗവാനെ കാണാൻ പോയി. ഇല്ല കണ്ണൻ പണങ്ങൂലേ. പിന്നെ കണ്ണനെയും കണ്ടു, നേരെ തൊഴുതു. ആൾക്കാരൊന്നും ഉണ്ടായില്ല, നല്ല പ്രഭാഷണം അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. നേരെ വന്നു ചോറ് കിട്ടിയിട്ടാ. ചോറ് കിട്ടിയൊരു സമാധാനമായിട്ടാ. നല്ല ചോറ്, സാമ്പാർ, അച്ചാറ്, കൂട്ടുകറി എല്ലാം ഉണ്ടായിരുന്നു. പായസം തീർന്നു പോയി. പായസമായിരുന്നു നമ്മളെ മെയിൻ, നിങ്ങൾക്ക് അറിയാല. പിന്നെ ചോറും കഴിച്ചു. വരുമ്പോഴത്തേക്കുണ്ട് ആടെ കുറച്ച് മദാമി സായിപ്പെല്ലാം വന്നിട്ടാ. നമ്മളെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ വന്നയാന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ ടാറ്റ പറയാൻ പറഞ്ഞിട്ട് ആ ചെറുതില്ലേ ഭയങ്കര ഗൗരവമായിട്ടാ. പിന്നെ അവരവരെ പരിപാടി നോക്കി അങ്ങോട്ടേക്ക് പോയി. നമുക്ക് പിന്നെ നമ്മളെ പരിപാടി നോക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് പിന്നെ ഭഗവാനോട് ടാറ്റയും പറഞ്ഞു നമ്മൾ വണ്ടി എടുത്ത് വിട്ടു. അപ്പൊ നിങ്ങളെ പരിപാടി നടക്കട്ടെ, ആദ്യം പരിപാടി നടക്കട്ടെ.